ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ നമ്മൾ ഈ ഫെസ്റ്റിവലിൽ പോയി വളരെ സീരിയസ് ആയിട്ട് കാണുകയും അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മിനിറ്റുകളോളം കൈയടിക്കുകയും അതിനെക്കുറിച്ച് ഇറങ്ങിയിട്ട് കോഫി ഷോപ്പുകളിലും ക്യാൻറ്റീനുകളിലും പോയിരുന്നിട്ട് ഘോരം സംസാരിക്കുകയും അവരവരും കാണാത്ത അർത്ഥങ്ങൾ അതിന് കൽപ്പിക്കുകയും അതിനെക്കുറിച്ച് വാചലാവുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേ ആൾക്കാർ ഇതേ സിനിമ ഇതിനു മുമ്പ് തിയേറ്ററിൽ വന്നപ്പോൾ ഇവരുടെ ഒരു പകുതി മനസ്സോടെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആ സംവിധാനം വീണ്ടും അത്രയും നല്ല സിനിമകൾ എടുത്തേനെ. ഇവിടുത്തെ പല ഈ നമ്മൾ ആരാധിക്കുന്ന ലെജൻഡറി ഫിലിം മേക്കേഴ്സ് എന്തുകൊണ്ടാണ് സിനിമ ചെയ്തതെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഇല്ലാഞ്ഞിട്ടാണ്. വളരെ നല്ല ആശയങ്ങളും ഡെപ്തുള്ള ആശയങ്ങളായിട്ടൊക്കെ അവർ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതാണ് കാരണം റിയാലിറ്റി ഇതാണ്. കാരണം തിയേറ്ററിൽ വരുമ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ പടമാണ്, ഞാൻ ഒരു പേര് പറയുന്നത് ശരിയല്ല, ആ പേര് വെച്ച് പുള്ളി ഒരു വളരെ കമേഴ്ഷ്യലായിട്ട് സിനിമ എടുത്താൽ ആ പേര് പുള്ളിക്ക് ബാധ്യതയാണ്. ഇവിടെ ഏറ്റവും നല്ല അതിന് ഉദാഹരണമുള്ള സംവിധായകനുണ്ട്, എനിക്കത് പേര് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു പക്ക വളരെ സീരിയസ് ഫിലിം മേക്കറൊന്നുമല്ല. അദ്ദേഹം വളരെ നല്ല ഫിലിം മേക്കറാണ്. മലയാളത്തിലെ ഞാൻ പറയുന്നില്ല, എല്ലാവരും റെസ്പെക്ട് ചെയ്തൊരു ഫിലിം മേക്കറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയൊരു സിനിമ, ഇവിടുത്തെ ഒരു മുൻനിര നടനും നടി അഭിനയിച്ച സിനിമ കമേഴ്ഷ്യലി ഒരു പരിധിക്കപ്പുറം പോയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ഡയറക്ടറുടെ പേരായിരുന്നെങ്കിൽ ആ പടം ഒരു സൂപ്പർ ഹിറ്റ് ആയേനെ. കാരണം ആ ഡയറക്ടറോടുള്ള റെസ്പെക്റ്റാണ് അദ്ദേഹത്തിന് ബാധ്യതയായി മാറിയത്. എന്നാൽ അതിലഭിനയിച്ചവർക്ക് അവാർഡ് വരെ കിട്ടിയതാണ്. അല്ലാതെ എല്ലാവരും അയ്യോ അത് നല്ല സിനിമയായിരുന്നു, അത് കമേഴ്ഷ്യൽ മൂഡിൽ കാണാവുന്ന സിനിമയാണ്, നല്ല സിനിമയാണ്, പിന്നെ എന്തുകൊണ്ട് ഇത് പോയില്ല എനിക്കറിയില്ല. കാരണം പ്രിയദർശൻ സാർ പണ്ടൊരിക്കലും ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, കാരണം ഓരോരുത്തർക്കും നമ്മൾ ഓരോ ലേബിൾ കൊടുത്തിട്ടുണ്ട്. മിഥുനം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഞാൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ മിഥുനം സാമ്പത്തികമായി ഈ പറയപ്പെടുന്നൊരു വിജയമായിരുന്നില്ല. അപ്പോൾ പ്രിയൻ സാർ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത്, മിഥുനത്തിൻ്റെ താഴെ പ്രിയദർശനുള്ളതിന് പകരം സത്യനന്ദിക്കാട് എന്ന് എഴുതിയിരുന്നെങ്കിൽ ആ പടം സൂപ്പർ ഹിറ്റ് ആയതിനെ. കാരണം പ്രിയദർശനിൽ നിന്നൊരു സത്യനന്ദിക്കാട് ശൈലിയിലുള്ള ഒരു പടം ആൾക്കാർ പ്രതീക്ഷിച്ചില്ല. അവർക്ക് കുറേ കൂടെ കളറും ബഹളവും അത്രയും കോമഡികളാണ് പ്രതീക്ഷിച്ചത്. ഇത് റിയലിസ്റ്റിക് ഫിലിമായിരുന്നു മിഥുനം. അപ്പോൾ അത് ഓരോരുത്തർക്കും നമ്മൾ ഓൾറെഡി കൽപ്പിച്ചു കൊടുക്കുന്നൊരു ഇതുണ്ട്. ഇവിടെ ഞാൻ ഈ പേര് പറയാത്ത സംവിധായകൻ്റെ ഉൾപ്പെടെ അടൂർ സാറിൻ്റെ അരവിന്ദ് സാറിൻ്റെ ഒക്കെ പടങ്ങൾ, KG ജോർജിൻ്റെ എത്രയും നല്ല സിനിമകൾ ഇക്കാലത്ത്, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകളിൽ ഈ കണി കൂടി എന്ന് പറഞ്ഞ നല്ല സിനിമയുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ പോയത് എനിക്ക് തോന്നുന്നു KG ജോർജ് എന്നുള്ള പേര് കണ്ടിട്ട് ഒരു അകലം പാലിച്ചുകൊണ്ട് മാത്രമാണ്. നമുക്ക് എന്തിനേയും പോസിറ്റീവ് നെഗറ്റീവായിട്ട് കാണാം. എല്ലാ കാലത്തും അതായത് ജനറേഷൻ്റെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്ന സിനിമകൾ, ഇപ്പം ട്രാഫിക് ചിലർ പറഞ്ഞു പാസഞ്ചറാണ് അതിന് തുടക്കമിട്ടതെന്ന്, ചിലർ പറഞ്ഞു മലർവാടിയാണ് അതിന് തുടക്കമിട്ടതെന്ന്. എന്താണ് ഈ ന്യൂ ജനറേഷൻ എനിക്കറിഞ്ഞൂടാ സത്യസന്ധമായിട്ടും. പക്ഷേ വേറെ ചിലർ പറഞ്ഞു ട്രാഫിക്കാണ്, ചിലർ പറഞ്ഞു കോക്ടെയിലാണ്. ഞാൻ അവകാശപ്പെടുന്നില്ല ട്രാഫിക്കാണെന്ന്. പാസഞ്ചർ ആവാം, കോക്ടെയിൽ ആവാം, അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയാവാം. ഇനി ട്രാഫിക് ആണെങ്കിൽ ഓക്കെ, അതൊന്നും ആയിക്കോട്ടെ, ഞാനൊരു അവകാശവാദമില്ല. പക്ഷേ അതിന് ശേഷം വന്ന സിനിമകളുടെ ഗണത്തിൽ, ന്യൂ ജനറേഷൻ സിനിമകളുടെ ഗണത്തിൽ ആൾക്കാർ കൂട്ടുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയുള്ളൂ, ദയവ് ചെയ്ത് എൻ്റെ പടം ആ പേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദ്വയാർത്ഥ പ്രയോഗങ്ങളും എന്തും പറയാനുള്ള ചങ്കൂറ്റവും, അച്ഛനെ തെറി പറഞ്ഞാൽ അതും വളരെ സന്തോഷം എന്ന് പറയുന്നതും, അല്ലേ എന്താണ് പറയുന്നത്, കഞ്ചാവടിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ അതിനെക്കുറിച്ച് ഘോരം സംസാരിക്കുകയോ, അല്ലെ വീട്ടിൽ സംസാരിക്കാത്ത ഭാഷ വളരെ ബോൾഡായിട്ട് സംസാരിക്കുകയോ, വില്ലിനെസത്തെ ഹീറോയിസ് ആക്കി മാറ്റുകയോ ചെയ്യുന്നതാണ് ന്യൂ ജനറേഷൻ എങ്കിൽ ട്രാഫിക് ആ കൂട്ടത്തിലേ ഇല്ല. കാരണം അത്തരം ന്യൂ ജനറേഷനുകളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല, അത്തരം സിനിമകളോട് എനിക്ക് താല്പര്യമില്ല. ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സംവിധാനമാണ് റോഷൻ ആൻഡ്രൂസ്. ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ, മലയാള സിനിമകളുടെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നാണ്. അപ്പോൾ അത്രയും ഒരു സിനിമയായിട്ട് അദ്ദേഹം രണ്ടാമത് ചെയ്തത് മോഹൻലാൽ സാർ മമ്മൂട്ടിയുടെ ഒക്കെ ഡേറ്റ് ഉള്ളപ്പോൾ പുള്ളി ചെയ്തത് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു പടമാണ്. ഒരു വളരെ പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയാണ്. അതും ഈ പറഞ്ഞൊരു പെൺകുട്ടികൾക്ക് പ്രാധാന്യം നൽകിയ സിനിമയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ മുമ്പിൽ എക്സാമ്പിളായിട്ട് അല്ലെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഘടകങ്ങളിലൊന്ന്. കാരണം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം കാട്ടിയ ചെങ്കുറ്റത്തെ ആദ്യം നമുക്ക് അഭിനന്ദിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, അത്രയൊന്നും റിസ്ക് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ പിന്നെ റിസ്കോ അല്ലെ റിസ്ക് ഇല്ലായ്മയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ട്രാഫിക് കഴിഞ്ഞിട്ട് ഒരു താരസിനിമ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിൽ ഇനി അത്രയും
അതിനുള്ള തയ്യാറെടുപ്പുള്ള ഇപ്പം ലൂസിഫർ എന്നൊരു പടം അതിൻ്റെ ഇടയിൽ വന്നതാണ്. പക്ഷെ അത് മുരളി ഗോവിന്ദൻ എന്ന തിരക്കഥകത്തിന് വേറെ തിരക്കുകളിലേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ് അത് നീണ്ടുപോയത്. അല്ലാതെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഗോൾഡ് എന്ന് പറഞ്ഞ് വേറെ സിനിമ വന്നു. പക്ഷെ അത് പല കാരണത്താൽ അവസരം വന്ന് ചാടിയത് മില്ലിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് നല്ലൊരു കൊച്ചു സിനിമ ഇഷ്ടപ്പെട്ടു, അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ന താരത്തെ വെച്ച് ചെയ്യില്ലെന്നോ താരത്തെ വെച്ച് അറിഞ്ഞുകൊണ്ട് വിചാരിക്കുകയൊന്നുമല്ല ഉണ്ടായത്. നിങ്ങൾ സിനിമയെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും സിനിമ നിങ്ങളെ കാണുന്നത്. സിനിമയ്ക്ക് ആരും ആവശ്യമില്ല. ഈ പറഞ്ഞ വലിയ പ്രമുഖരായ സംവിധായകർ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച് ഒരുപാട് ക്ലാസിക്കുകൾ സമ്മാനിച്ച സംവിധായകരും സിനിമയെ ആ സീരിയസ്നെസ്സിൽ നിന്ന് മാറി കാണാൻ തുടങ്ങുമ്പോൾ സിനിമ അവരെ തഴിഞ്ഞു. ഈ പറഞ്ഞൊരു ഞാനായിക്കോട്ടെ, നാളെ ഞാൻ സിനിമയെ സീരിയസ് ആയി കണ്ടില്ലെങ്കിൽ സിനിമ എന്നെ അപ്പുറത്തേക്ക് എടുത്തിടും. അത്രയേ ഉള്ളൂ. നമ്മൾ സിനിമയെ സ്നേഹിക്കുക, സിനിമയോട് ആത്മാർത്ഥത പുലർത്തുക, തീർച്ചയായും അതിൻ്റെ റിവാർഡ് കിട്ടും. അതല്ല സിനിമയ്ക്ക് നമ്മൾ ആവശ്യമാണ് നമ്മൾ കരുതരുത്. ഒരിക്കലും ഒരു ആവശ്യമില്ല. സിനിമയ്ക്ക് നമ്മളെ ആരെയും ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. ആ ഒരു മനസ്സിലൂടെ പോയാൽ ഇവിടെ നല്ല സിനിമകളുണ്ടാവും, നല്ല സിനിമ സംവിധായകരുണ്ടാവും, നല്ല തിരക്കഥാകൃത്തുക്കളുണ്ടാവും.